നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനൊരുങ്ങുന്ന മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ഇരുട്ടടി കിട്ടിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല, പോറ്റിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ശബരിമലയിൽ വെച്ച് കണ്ടുള്ള പരിചയം മാത്രമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ എപ്പോഴും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ശബരിമലയിൽ അന്യ സംസ്ഥാന സ്പോൺസർമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഒരു മന്ത്രി എന്ന രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൃത്യമായ നിർദ്ദേശം കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരുന്നു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ SIT പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ശബരിമലയിലെ അന്യ സംസ്ഥാന സ്പോൺസർമാരായ രമേഷ് റാവുവിനെയും ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കടകംപള്ളി സുരേന്ദ്രന് പരിചയപ്പെടുത്തിയത്. ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം രമേഷ് റാവുവും ഗോവർദ്ധനും SITയുടെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൃത്യമായ നിർദ്ദേശം നൽകിയത്. അതായത് ബംഗളൂരു തമിഴ്നാട് സ്വദേശികളായ ഗോവർദ്ധനും രമേഷ് റാവുവിനും ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുകളിൽ കൃത്യമായ രീതിയിൽ വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നത് എന്നുള്ള SITയുടെ മൊഴികളാണ് പുറത്തു വരുന്നത്. 2 മാസം മുമ്പ് SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നേ ഹൈക്കോടതി ചോദിച്ചിരുന്നു, അതായത് സ്വർണ്ണക്കൊള്ള വിഷയം വിവാദമായപ്പോൾ തന്നെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അന്യസംസ്ഥാന സ്പോൺസർമാർക്ക് ശബരിമലയിൽ ഇത്ര കണ്ട് സ്വാധീനം ഉണ്ടാകുവാനുള്ള കാരണം ആരാണ്, എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കൃത്യമായി തന്നെയാണ് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും രമേഷ് റാവുവും ഗോവർദ്ധനും കടകംപള്ളി സുരേന്ദ്രനും പലവട്ടം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഗോവർദ്ധനും രമേഷ് റാവുവിനും ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുകൾക്ക് വേണ്ടത്ര സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നത് എന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തനിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു തരത്തിലും ബന്ധമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. മാധ്യമങ്ങളോടും അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ രമേഷ് റാവുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കടകംപള്ളി സുരേന്ദ്രനെ കണ്ട കാര്യം സൂചിപ്പിച്ചപ്പോൾ അന്യസംസ്ഥാന സ്പോൺസർമാർക്ക് വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ താൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യവും കടകംപള്ളി സുരേന്ദ്രന് നിഷേധിക്കാനായില്ല. SITയുടെ കുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് അത് സമ്മതിച്ചു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നിന്നും മത്സരിക്കാൻ ഒരുങ്ങുന്ന കടകംപള്ളി സുരേന്ദ്രന് ഇത് കൂനിന്മേൽ കുരുവായിരിക്കുന്നു, ഇരുട്ടടിയായി മാറിയിരിക്കുന്നു. എന്തായാലും ഈ നിർണായകമായ മൊഴി പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കടകംപള്ളി സുരേന്ദ്രന് എതിരെ കുരുക്ക് മുറുകുന്നു. പാർട്ടിയിലും ഇത് വലിയ ചർച്ചാ വിഷയമാകും എന്ന് തന്നെയാണ് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഒരു ഗാർഹിക പീഡനം, അതായത് KB ഗണേഷ് കുമാറിന്റെ വാളകത്തുള്ള വീട്ടിൽ മറ്റൊരു സ്ത്രീയുമായി മന്ത്രിയെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ താൻ കണ്ടു എന്ന് ഉള്ളത് ഗണേഷ് കുമാറിന്റെ ഭാര്യ വ്യക്തമാക്കിയിരുന്നത്. അതായത് അവിടെ ലൈംഗിക പീഡനം തന്നെയാണ് നടന്നത്, വ്യഭിചാരം തന്നെയാണ് നടന്നത് എന്ന് KB ഗണേഷ് കുമാറിനെതിരെയുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു. ഇതിലും പിണറായി വിജയൻ സർക്കാർ നാണം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ജനങ്ങൾ കണ്ടത്. എന്നാൽ 72 മണിക്കൂറിന് ശേഷം അത് കുടുംബ പ്രശ്നമാണ്, ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തു എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. പിണറായി വിജയനും അക്കാര്യം സ്വീകരിച്ചിരിക്കുന്നു. മന്ത്രിയുടെ വീട്ടിൽ മന്ത്രി പട്ടാപ്പകൽ മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്ന് വ്യഭിചരിക്കുന്നതും ഈ വ്യഭിചാരത്തിന്റെ ദൃശ്യങ്ങൾ മന്ത്രിയുടെ ഭാര്യ കാണുകയും ഭാര്യ ആ ദൃശ്യങ്ങൾ മൊബൈലിലാക്കി സൂക്ഷിക്കുകയും പിന്നീട് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറയുകയും ചെയ്തിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ ഇതിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവും കൈക്കൊണ്ടില്ല. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ
വീണ വിജയന് തന്നെ ഈ വിവരങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. ബിന്ദു ഈ വിവരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള വ്യഭിചാരവും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അസാൻമാർഗികമായ യാതൊരു പ്രവൃത്തിയും അവിടെ നടന്നിട്ടില്ല, കുടുംബ പ്രശ്നമാണ്, അത് പറഞ്ഞു തീർത്തു എന്നൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മന്ത്രിയുടെ ഭാര്യ പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ വിഷയങ്ങളില്ല, മന്ത്രി എന്നോട് ക്ഷമ പറഞ്ഞു, പ്രശ്നങ്ങൾ ഒത്തുതീർന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ എല്ലാ വിഷയത്തിലും ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള SIT തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുതരമായ മൊഴികൾ പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ആ പ്രതി തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്യസംസ്ഥാന സ്പോൺസർമാർക്ക് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സഹായം ചെയ്തു നൽകണം എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള മൊഴി പുറത്തു വരുന്നത്. മന്ത്രിയും ഇത് സമ്മതിച്ചിട്ടുണ്ട്. പലവട്ടങ്ങളിലായി മന്ത്രിയും ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും രമേശ് റാവുവും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇനിയും ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം.